ചിലർക്ക് ചില പുരസ്കാരങ്ങൾ കിട്ടാതാവുമ്പോൾ നാം വിഷമിക്കാറുണ്ട്. ഇതേവരെ ഞാൻ ആർക്കും എന്തെങ്കിലും ഒരു പുരസ്കാരം ലഭിക്കാത്തതിൽ സന്തോഷിച്ചിട്ടില്ല. പക്ഷെ ആദ്യമായി എനിക്ക് ഒരാൾക്ക് ഒരു പുരസ്കാരം ലഭിക്കാതായപ്പോൾ സന്തോഷം തോന്നുന്നു. നിങ്ങൾക്കും ആ സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്യണേ. എത്ര പേരുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ്, എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയല്ല, ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പൊ പറഞ്ഞു വരുന്നതൊന്നുമല്ല, സമാധാനത്തിൽ നോബൽ പ്രൈസ് കിട്ടാൻ വേണ്ടി ഒരുപാട് ശ്രമം നടത്തിയ ഡൊണാൾഡ് ട്രംപിന് സമാധാനത്തിന്റെ നോബൽ സമ്മാനമില്ല, പകരം മറ്റൊരാൾക്കാണ്. അതിൽ ഞാൻ ആദ്യമായി അഗാധമായി സന്തോഷിക്കുന്നു. കാരണം ഇന്ത്യക്ക് അത്രയേറെ ദോഷം ചെയ്തത്, അല്ലെങ്കിൽ അത്രയേറെ വെല്ലുവിളികൾ നടത്തിയ ഒരു അമേരിക്കൻ പ്രസിഡന്റാണ്. ഒരുപക്ഷെ ഇന്ത്യ അമേരിക്ക ബന്ധം തന്നെ ഒരു ഘട്ടത്തിൽ ഉലയാൻ കാരണമായ ഒരാൾ അദ്ദേഹം തന്നെയാണ്. അപ്പോൾ ഇതിൽ ഞാൻ കൃത്യമായി സന്തോഷിക്കുന്നു. അദ്ദേഹത്തിന് കിട്ടേണ്ട കാരണം എന്താണെന്നറിയോ? ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറയാൻ കാരണം ഇത് മാത്രമല്ല, അദ്ദേഹത്തിന് അത് ഒരിക്കലും അദ്ദേഹം അത് ഡിസർവ് ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അത് അർഹതയില്ലാത്ത അംഗീകാരം അദ്ദേഹത്തിന് കിട്ടാതിരുന്നത് ഞാൻ സന്തോഷിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. കാത്തിരുന്നു ഒടുവിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നിരാശ. ഇത്തവണത്തിന് സമാധാനത്തിലുള്ള നോബൽ പുരസ്കാരം വെനിസ്വേലയിലെ ജനാധിപത്യ മനുഷ്യാവകാശ പ്രവർത്തക മരിയ കൊറീന മജോഡയ്ക്കാണ്. നിലവിൽ വെനിസ്വേലയിലെ പ്രതിപക്ഷ നേതാവാണ് അവർ. ജനാധിപത്യ പോരാട്ടങ്ങൾക്കുള്ള അംഗീകാരമായിട്ടാണ് ഈ പുരസ്കാരം അവർക്ക് കൊടുത്തിരിക്കുന്നതായിട്ടാണ് വിവരങ്ങൾ. നമ്മൾ ട്രംപിന്റെ കാര്യം തന്നെ നോക്കണേ. ഉത്തരത്തിലിരിക്കുന്ന കിട്ടിയില്ല ഒന്നുമില്ല. 7 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചെന്ന അവകാശവാദമായി ട്രംപും അനുയായികളും സജീവമായതോടെയാണ് ഇത്തവണത്തെ നോബൽ സമ്മാനം ആർക്കാണെന്ന കാര്യത്തിൽ ആകാംക്ഷ ശക്തമായത്. നമുക്കറിയാം, സമാധാനത്തിന്റെ നോബലിന് തന്റെ അത്ര അർഹത മറ്റായിരിക്കുമില്ല എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. നിരന്തരം ഇത് അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പുരസ്കാര പ്രഖ്യാപനം അവകാശവാദങ്ങൾക്കും ലോകരാജ്യങ്ങളിലെ കുറെ പേരെ കൊണ്ട് അയാൾ നാമനിർദ്ദേശം ചെയ്യിച്ചിരുന്നു. അവസാനം റഷ്യയെ കൊണ്ട് വരെ നാമനിർദ്ദേശം ചെയ്യിച്ചിരുന്നു. നോബൽ സമ്മാനം കമ്മിറ്റിയെ സ്വാധീനിക്കുവാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ പുരസ്കാര പ്രഖ്യാപനം വ്യക്തമാക്കുന്നത് ട്രംപിനെ ആരും പിന്തുണച്ചില്ല എന്നതാണ്. ട്രംപ് വ്യക്തിപരമായി ഉന്നയിക്കുന്ന അവകാശവാദങ്ങളുടെ പേരിൽ അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടാനുള്ള സാധ്യത വിദൂരമാണെന്നുള്ള വിലയിരുത്തൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ദീർഘകാല സമാധാന പ്രവർത്തനങ്ങളും അന്താരാഷ്ട്ര സാഹോദര്യം ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കുമാണ് നോബൽ സമ്മാനം സമിതി മുൻഗണന സാധാരണയായി നൽകാറുള്ളത്. ലോകാരോഗ്യ സംഘടന ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ഏജൻസികളെ മാനിക്കാതിരിക്കുന്നതും കാലാവസ്ഥാ പ്രശ്നങ്ങളെ അവഗണിക്കുന്ന രീതിയടക്കമുള്ള സ്വന്തം ചെയ്തികൾ തന്നെ നോബൽ സമ്മാനം നേടാനുള്ള വഴിയിൽ ട്രംപിനെ തിരിഞ്ഞു കൊത്തിയിരിക്കാമെന്ന് നേരത്തെ തന്നെ വിലയിരുത്തപ്പെട്ടിരുന്നതാണ്. 1906 തിയോഡർ റൂസ്വെൽറ്റ്, റൂഡ്രോ വിൽസൺ, ജിമ്മി കാർട്ടർ 2002, ബരാക് ഒബാമ 2009 എന്നിവരാണ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന്റെ നേരത്തെയുള്ള അമേരിക്കൻ പ്രസിഡന്റുമാർ. അധികാരത്തിലേക്ക് 7 മാസത്തിനകം തന്നെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം, കംബോഡിയ, തായ്ലാന്റ്, കൊസാവോ, സെർബിയ, കോങ്കോ, റുവാണ്ട, ഇസ്രായേൽ, ഇറാൻ, ഈജിപ്ത്, എത്യോപ്യ, അർമേനിയ, അസർബൈജാൻ തുടങ്ങിയ 7 അന്താരാഷ്ട്ര സംഘർഷങ്ങൾ, യുദ്ധങ്ങൾ താൻ പരിഹരിച്ചിട്ടുണ്ടെന്നാണ് ട്രംപിന്റെ വാദം. അതാണ് ഞാൻ കൃത്യമായി എല്ലാം എടുത്തു പറഞ്ഞത്. അപ്പോൾ അർഹതയ്ക്കുള്ള അംഗീകാരം കൊടുത്ത, പ്രത്യേകിച്ച് സമാധാനത്തിലുള്ള നോബൽ സമ്മാനം അർഹതപ്പെട്ട കൈകളിൽ എത്തിച്ച ഇതിന്റെ പുരസ്കാര സമിതിയിലെ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ, ആശംസകൾ നൽകിക്കൊണ്ട് നിർത്തുന്നു. എനിക്ക് വളരെയേറെ ഒരു പെട്ടെന്ന് ഇഷ്ടമായ ഒരു വാർത്തകൾ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ വന്നുകൊണ്ട് ഞാൻ യാതൊരു ഒരു പ്രീ പ്ലാനും ഇല്ലാതെ, അതായത് ഒരു പ്ലാൻ ഒന്നും ഇല്ലാതെ പെട്ടെന്ന് ഒരു വീഡിയോ വെച്ചിട്ട് വീഡിയോയിൽ എന്തെങ്കിലും ഏറ്റക്കുറച്ചുകൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അതുകൊണ്ട് തന്നെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.